നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥിയെ ഈ മാസം 30-ന് പ്രഖ്യാപിക്കും. വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമുണ്ടാകുമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ 24-നോട് പറഞ്ഞു. പാർട്ടി സ്ഥാനാർത്ഥി വേണോ പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കണോ എന്ന കാര്യത്തിൽ സെക്രട്ടേറിയറ്റ് തീരുമാനമെടുക്കും. സ്ഥാനാർത്ഥി നിർദ്ദേശത്തിന് അംഗീകാരം നൽകാൻ വെള്ളിയാഴ്ച വൈകിട്ട് LDF യോഗം ചേരുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാന നേതൃത്വം സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നതാണ് CPIM-ലെ പതിവ്. അതിനു മുന്നോടിയായി ബന്ധപ്പെട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഏരിയ കമ്മിറ്റികളിൽ നിന്നും അഭിപ്രായം തേടും. നിലമ്പൂരിലും ഇതേ പ്രക്രിയ തന്നെയാണ് CPIM തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂരിലെത്തിയ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജില്ലാ നേതൃത്വവുമായും മണ്ഡലത്തിലെ ചുമതലക്കാരായ നേതാക്കളുമായും ചർച്ച നടത്തി. മണ്ഡലത്തിന് ചുമതലയുള്ള നേതാക്കളുടെ പ്രത്യേക യോഗവും നടന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VP ഷൗക്കത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, M തോമസ് മാത്യു തുടങ്ങിയവർ പേരുകളാണ് CPIM നിലമ്പൂരിലേക്ക് പരിഗണിക്കുന്നത്. ഇതിൽ തന്നെ ഷെറോണ റോയിയുടെ പേരിനാണ് മുൻതൂക്കം. അടുത്ത വെള്ളിയാഴ്ച സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. ഒട്ടും വൈകില്ല. 30-ാം തീയതി കൂടി LDF-ന്റെ സ്ഥാനാർത്ഥി അറിയും. ഒരുപാട് ആളുകൾ ഉചിതമായിട്ടുള്ളതുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കും. നിലമ്പൂരിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിശ്ചയിക്കാനാണ് CPIM-ന്റെ ശ്രമം. സാമുദായിക സമവാക്യങ്ങൾ കൂടി കണക്കെടുത്തുകൊണ്ടായിരിക്കും LDF-ന്റെ സ്ഥാനാർത്ഥി നിർണയം. ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒരുപാട് മിഷനുകളും എല്ലാം ഈ നാട്ടിലും ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും LDF-ന്റെ ഒരു MLA ഇവിടെ ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ CPIM സെക്രട്ടറി കൈക്കൊള്ളുന്ന തീരുമാനം വെള്ളിയാഴ്ച വൈകുന്നേരം ചേരുന്ന LDF യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. 3:30 നടക്കുന്ന LDF യോഗത്തിന് ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം. R. ശ്രീജിത്ത്, 24 നിലമ്പൂർ.